ഡ്രൈവറിന്റെ ഭാഗത്തുനിന്നല്ല, മേയറുടെ ഭാഗത്തുനിന്നല്ല. മേയർ ഒരു തിരുവനന്തപുരം മേയർ എന്ന് പറയുമ്പോൾ ഒരു പക്വത കാണിക്കണമായിരുന്നു. ആര്യ രാജേന്ദ്രൻ ചെയ്ത് 100% തെറ്റ് തന്നെയാണ്. ഒരു ദിവസത്തിന് മേയർ ഔദ്യോഗിക വാഹനത്തിലല്ല വന്നത്. അപ്പൊ അത് ഡ്രൈവറിനെ മാത്രം തെറ്റ് പറയാൻ പറ്റിയില്ല. മേയർ ശരിയല്ലെന്ന് ഞാൻ പറയണേ. ഞാൻ ഡ്രൈവറിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. KSRTC ഡ്രൈവർ യദുവും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും MLA-യുമായ സച്ചിൻ ദേവും തമ്മിൽ റോഡിൽ ഉണ്ടായ തർക്കം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചാ വിഷയമാകുന്നു. സാധാരണ ജനങ്ങൾ എന്നുള്ള നിലയിൽ അവർ ആരുടെ പക്ഷത്താണ് ഉള്ളത്? നമുക്ക് ജനങ്ങളുടെ പ്രതികരണത്തിലേക്കൊന്ന് പോയി വരാം. ട്രിവാൻഡ്രത്ത് വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു കേസുണ്ട്. നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രനും നമ്മുടെ KSRTC ബസ് ഡ്രൈവറും. ആ ഒരു വാർത്ത കേട്ട് കാണൂല്ലേ? ആ ഒരു വാർത്ത കേട്ടിട്ട് ഏത് രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ചേട്ടൻ്റെ ഭാഗത്ത്? അഴിമതി ആര്യ രാജേന്ദ്രൻ ചെയ്ത് 100% തെറ്റ് തന്നെയാണ്. ഒരിക്കലും അതിനോട് യോജിക്കാൻ കഴിയില്ല. പിന്നെ പൊതുജനത്തിനെ റോഡിലിറക്കി വിട്ടിട്ട് അവരൊരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു തീരുമാനമാണ് അവരെടുത്തിട്ടുള്ളത്. അവരൊരു ഗുണ്ടായുസം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിയല്ലെന്ന് ഞാൻ പറയണേ. അവര് ശരിയാവണമെങ്കിൽ വണ്ടി സീപ്പർ ലൈൻ കട്ട് ചെയ്ത് വണ്ടി ശരിയാവണമെങ്കിൽ അത് ഒരിക്കലും ശരിയല്ല. അത് ഒരു ദിവസത്തിന് മേയർ ഔദ്യോഗിക വാഹനത്തിലല്ല വന്നത്. അപ്പം അത് ഡ്രൈവറിനെ മാത്രം തെറ്റ് പറയാൻ പറ്റിയില്ല. ഔദ്യോഗിക വാഹനത്തിൽ വരുമെന്നുണ്ടെങ്കിൽ മേയറാണെന്ന് അറിയില്ലെങ്കിൽ നല്ലൊരു ഉദ്യോഗസ്ഥയാണെന്ന് ട്രാൻസ്പോർട്ടിലെ ഡ്രൈവർമാർക്ക് അറിയാനൊക്കും. അതില്ലെന്നുണ്ടെങ്കിൽ അറിയാനൊക്കില്ലല്ലോ. മേയറുടെ പേരിലും ഭർത്താവിൻ്റെ പേരിലും തെറ്റുള്ളതാണ്. ഡ്രൈവറിൻ്റെ പേരിൽ അതും നമുക്ക് സപ്പോർട്ട് പറയാനൊക്കെയില്ല. രണ്ടു കൂട്ടുകാരുടെ പേരിലും അത് തെറ്റുള്ളതാണ്. ഒരു വാർത്ത കേട്ടപ്പോൾ ചേട്ടന് കൂടുതലും എന്നെ വിട്ടേരി മേയർ അധികാരം കാണിക്കണല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ? തോന്നുന്നുണ്ട്. ഞാൻ ഡ്രൈവറിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഡ്രൈവറിന്റെ ഭാഗത്തുനിന്നല്ല, മേയറുടെ ഭാഗത്തുനിന്നല്ല. മേയർ ഒരു തിരുവനന്തപുരം മേയർ എന്ന് പറയുമ്പോൾ ഒരു പക്വത കാണിക്കണമായിരുന്നു. അല്ലാതെ ഡ്രൈവറുടെ പക്വതയല്ല മേയർ കാണിക്കേണ്ടത്, അല്ലേ? ഒരു മേയറല്ലേ തിരുവനന്തപുരത്തിന്റെ. അപ്പൊ ചാടി കയറി പറയല്ല. അല്ലെങ്കിൽ മേയറുടെ സ്റ്റാൻഡ് എടുക്കായിരുന്നു, പോലീസിനെ വിളിക്കായിരുന്നു, കാര്യങ്ങൾ സംസാരിക്കായിരുന്നു. അത് പോലീസ് കൈകാര്യം ചെയ്യും. അല്ലാണ്ട് മേയറും ഭർത്താവും കൂടി കയറി കൈകാര്യം ചെയ്യാൻ കേരളത്തില് അങ്ങനെ ആവോ? പറ്റൂ? കേസുണ്ട്. തിരുവനന്തപുരത്തുള്ള മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറും തമ്മിലുള്ള ഒരു ഇഷ്യൂ പത്രങ്ങളിലൊക്കെ അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി വൈറലായിട്ട് വന്നിരിക്കുന്ന കേസാണ്. ആ ഒരു കേസ് കേട്ടപ്പോ ചേട്ടനുണ്ടായിരുന്ന നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല. വാർത്തകളിലെല്ലാം വാർത്തകൾ വന്നാലും നമുക്ക് അതിന്റെ സത്യാവസ്ഥയോ ഒന്നും അറിയത്തില്ലല്ലോ.